later. Every word counts. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? ആദ്യം തന്നെ മാർക്കോ ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഓഡിയൻസിന്റെ പൾസും കാര്യങ്ങളും അറിഞ്ഞ് ഒരു തെറ്റ് പറ്റിയതിനെ അത് തിരുത്തിയതിനെ ഒരു ബിഗ് മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു മൂവിയല്ല, ഇന്ത്യൻ മൂവി തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മൂവിയാണ് മാർക്കോ എന്ന് പറയുന്ന മൂവി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല എലവേഷൻസ് കാര്യങ്ങളെല്ലാം ഒരുപാട് ഇതിലുണ്ട്. ഒരു ഇന്റർവെൽ ബ്ലോക്ക് വരെ അല്ലെങ്കിൽ ഇന്റർവെൽ വരെ ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു മൂവിങ് ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോറടിപ്പിക്കുന്ന, ചില ആൾക്കാർക്ക് ചില ബോറടിപ്പിക്കുന്ന ചില സീക്വൻസ് ആയിട്ട് തുടക്കം ഒരു ഇന്റർവെൽ വരെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും ഇന്റർവെലിന്റെ ഒരു ഫൈറ്റ് സീക്വൻസും പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് വരുന്ന എലവേഷൻസും ഓരോ ഫൈറ്റ് അതെടുത്ത് വെച്ചേക്കുന്ന ആക്ഷൻ സീക്വൻസും എല്ലാം ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് ഹാഫിലെ KGF പോലെ ഒരു ചെറിയ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ചിലർക്ക് ബോറടിപ്പിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് മൂവി പോകുന്ന ഒരു ഹൈ പിച്ച് ഒരു എലവേഷൻ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ഒരു രീതിയിലേക്കാണ് അത് പിന്നീട് പോകുന്നത്. എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അത് അവരുടെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ കഥാപാത്രമായിരുന്നാലും അതിലെ ആ മൂവിക്ക് അല്ലെങ്കിൽ ആ സ്റ്റോറിക്ക് വേണ്ടതായിട്ടുള്ള എന്താണോ അത് അവർ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ആക്ഷൻസ് ആണ്. ഈ സ്റ്റെയർ കേസിലൊരു ഫൈറ്റ് ഉണ്ട്, 1 vs 100 എന്നൊക്കെ പറയുന്ന പോലെ കില്ല് ടൈപ്പ് ഉള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് നമ്മൾ ഇതിൽ കണ്ടുവരുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ ബ്ലോക്കാണ് അത് നമ്മൾ കാണുകയാണെങ്കിൽ മനസ്സിലാവുന്നത്. അത്രയ്ക്ക് അതിന്റെ ഒരു എലിവേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഒരു ഹീറോയിന്റെ ചെറിയൊരു പോരായ്മ തോന്നിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഇതായിട്ട് പറയാം. അത് ഒരു എന്താ പറഞ്ഞ മലയാളം അറിയാത്ത ഒരു ഹീറോയിൻ ഹിന്ദി സംസാരിച്ചിട്ടുള്ള ഒരു രീതിയിലായപ്പോൾ ഒരു ചെറിയൊരു ബോർ അവിടെ ഒരു ഫീൽ ചെയ്തു. ആ ഒരു കാസ്റ്റിങ്ങിന്റെ മാത്രം ഒരു പോരായ്മ തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ മൂവി പോകുന്ന ഒരു സെക്കൻഡ് ഹാഫിന്റെ ഹൈ പിച്ച് തന്നെയാണ് ഈ മൂവിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു ജീവൻ തന്നെ വരുന്നത്. ഓവറോൾ ഈ സർട്ടിഫിക്കറ്റ് ആണ് ഈ മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ എല്ലാവിധ ബ്ലഡ് ആയിട്ടുള്ള സീക്വൻസ് അത് ഭയങ്കര വയലൻസ് ആക്കി എങ്ങനെ ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കാൻ പറ്റുമോ അതേ രീതിയിൽ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു വയലൻസ് ബ്ലഡി ആയിട്ടുള്ള ഒരു മൂവി കാണണമെങ്കിൽ മാർക്കോ ഒരു കിടിലം മൂവിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്നാൽ പോലും നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം പോയി കാണാൻ. സോ അതുകൊണ്ട് നല്ല മൂവിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം സിനിമയിലല്ല ഇന്ത്യൻ മൂവി തന്നെ കണ്ടതിൽ ഏറ്റവും നല്ല മൂവി. സോ മാർക്കോ.